ഇവനിപ്പോൾ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ രംഗമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. ചന്ദ്രമതിയും സുധിയും കൂടി ചേർന്നിട്ട് നമ്മുടെ രേവതിയുടെ സ്വർണ്ണം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ സ്വർണം തിരികെ ചോദിക്കുകയാണ് സച്ചി. മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, നമ്മുടെ അച്ഛമ്മയുടെ പിറന്നാളാണ് വരാൻ വേണ്ടി പോകുന്നത്. അതിന് അച്ഛമ്മയ്ക്ക് ഒരു ചെയിന് മേടിച്ചു കൊടുക്കണമെന്ന് സച്ചിയുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി രേവതി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്മയുടെ അടുത്ത് തിരികെ രേവതി അന്ന് കൊടുത്ത സ്വർണ്ണം ഉണ്ടല്ലോ, സുധിക്ക് വേണ്ടിയിട്ട് ചന്ദ്രമതി എടുത്തു കൊടുത്ത അതേ സ്വർണ്ണമാണ് ചോദിക്കാന്നുള്ള കാര്യം പറയുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് രവിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ രവിയാണെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് മേടിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. സച്ചിയും രേവതിയും ഈ കാര്യത്തെ കുറിച്ചിട്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത് കേട്ട് സുധിയാണെങ്കിൽ നേരെ ഈ കാര്യം ചെന്നിട്ട് ബാമയുടെ വീട്ടിലുള്ള ചന്ദ്രയുടെ അടുത്ത് പറയാണ് ചെയ്യുന്നത്. ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ സുധിയുടെ അടുത്ത് തന്റെ സ്വർണ്ണങ്ങളെല്ലാം ഊരി കൊടുത്തിട്ട് ആ സ്വർണം എടുത്തോണ്ട് വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. കാരണം ചന്ദ്രയ്ക്ക് അറിയില്ല ഇത് വിറ്റു എന്നുള്ള കാര്യം. പണയം വെച്ചതാണെന്നുണ്ടെങ്കിൽ ചന്ദ്രയുടെ സ്വർണ്ണം അവിടെ കൊണ്ടുവച്ചിട്ട് ആ സ്വർണ്ണം ഇങ്ങോട്ട് എടുക്കാമല്ലോ. അങ്ങനെയാകുമ്പോൾ ആരും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചന്ദ്ര അങ്ങനെ പറയുന്നത്. എന്നാൽ ചന്ദ്ര തിരികെ പണം അറേഞ്ച് ചെയ്തിട്ട് എത്രയും വേഗം തന്നെ ആ സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴാണ് സുധിയാണെങ്കിൽ ആ സ്വർണം വിറ്റു എന്നുള്ള കാര്യം ചന്ദ്രമതിയെ അറിയിക്കുന്നത്. ഇത് കേട്ടിട്ട് ചന്ദ്രമതിയുടെ തലയിൽ ഇടുത്തി വീണതുപോലെയാണ് ചന്ദ്രയ്ക്ക് തോന്നുന്നത്. വിറ്റ സ്വർണം തിരികെ കിട്ടുമോ എന്നുള്ള കാര്യം സുധിയാണെന്നുണ്ടെങ്കിൽ കടക്കാരനെ വിളിച്ച് ചോദിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ എങ്ങനെയും ആ സ്വർണം നീ തിരികെ കൊണ്ടുവന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ചന്ദ്ര സംസാരിക്കുന്നത്. പക്ഷെ കടയിൽ വിളിക്കുന്ന സമയത്താണെങ്കിൽ വിറ്റ സ്വർണം അവരപ്പം തന്നെ ഒരുക്കി കളയല്ലോ, അതുകൊണ്ട് ഇനി അതൊരിക്കലും തിരികെ കിട്ടില്ല എന്നുള്ള കാര്യം ചന്ദ്രയെ എടുത്ത് ചെന്നിട്ട് സുധി അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ എന്റെ തലയിൽ ഇടുന്നത് പോലെയാണല്ലോ ബാമേ ഇവൻ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്, ഇവൻ ചെയ്തു വെച്ചിരിക്കുന്ന പണി എന്താന്നുള്ള കാര്യം കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രയ്ക്ക് തല ആകെ കറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുകയാണേ. ഇതെല്ലാം കേട്ട സുധിയാണെന്നുണ്ടെങ്കിൽ അമ്മേ എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ എന്ന് പറയാണേ. സുധിയുടെ ആ വർത്താനം കേൾക്കുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് കയ്യിലുള്ള ബാഗ് കൊണ്ട് സുധിയെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് പിന്നെ എന്താണ് അറിയാന്നൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ചന്ദ്രയുടെ നിന്ന് അടി സഹിക്കാൻ വയ്യാതെ അവിടെ നിൽക്കുന്ന കോണിപ്പടിയിലേക്ക് നൈസായിട്ട് കയറി പോവാണ് കേട്ടോ സുധി. ചന്ദ്രയുടെ നിന്ന് അടി കിട്ടരുതെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ കളിക്കുന്നത് പോലെ പേടിച്ച് വരച്ച ആൾ അവിടെ തന്നെ അങ്ങനെ നിൽക്കുവാണേ. നിന്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരാനല്ലേടാ പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സുധി പതിയെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. താഴെ എത്തിയതിന് ശേഷം കാരണം നോക്കി ഒന്ന് കൊടുക്കുവാണ് കേട്ടോ ചന്ദ്ര. എന്തെങ്കിലും ഒരു കാര്യം പറയുന്ന സമയത്ത് ഈ ലോകം മൊത്തം അരച്ചു കുടിച്ചതുപോലെയാണല്ലോ നിന്റെ സംസാരം. ഇപ്പൊ നിന്റെ അറിവൊക്കെ എവിടെ പോയടാ? ഇപ്പൊ സ്വർണം മൊത്തത്തിൽ പോയല്ലോ എന്നൊക്കെ ബാമ അതിന്റെ ഇടയ്ക്ക് പറയുമ്പോഴേക്കും വീട്ടിലെ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ മാനം മൊത്തം പോകും. അത് മാത്രമല്ല ആ പൂ കിട്ടുന്നവളാണെന്നുണ്ടെങ്കിൽ എന്നെ നോക്കി ചിരിക്കും. ഞാൻ എന്താടാ ചെയ്യാന്നുള്ള കാര്യമൊക്കെ ചോദിച്ചിട്ട് സുധിക്ക് നേരെ വീണ്ടും ചെല്ലുവാണ് കേട്ടോ ചന്ദ്ര. ആ സ്വർണം എങ്ങനത്തെ ഡിസൈൻ ആണെന്നുള്ള കാര്യം പോലും ചന്ദ്രയ്ക്ക് അറിയില്ല കേട്ടോ. അറിയുമായിരുന്നെങ്കിൽ താൻ അത് മേടിച്ച് വെക്കുമായിരുന്നു എന്നുള്ളൊക്കെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴാണ് സുധി ഒരു കാര്യം ഓർക്കുന്നത്. അന്ന് വിൽക്കുന്ന സമയത്ത് ആ ഓരോരോ സ്വർണത്തിന്റെയും ഫോട്ടോ താൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, ആ കാര്യത്തെ കുറിച്ച് ഓർക്കുകയും അമ്മേ ഞാന് സ്വർണത്തിന്റെ എല്ലാത്തിന്റെയും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ചന്ദ്രയുടെ അടുത്ത് പറയാണ് കേട്ടോ. സുധി പറഞ്ഞത് കേൾക്കുമ്പോൾ ആഹാ നീ അതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ? അതും ചിലപ്പോൾ കടക്കാരൻ പറഞ്ഞിട്ടായിരിക്കുമല്ലേ നീ ചെയ്തതെന്ന് ബാമ ചോദിക്കുന്നുണ്ട്. എന്തായാലും ചന്ദ്രേ നീ അതുപോലത്തെ തന്നെ സ്വർണം മേടിച്ചു വെച്ചേക്ക് എന്നുള്ള കാര്യം പറയുമ്പോൾ സ്വർണ്ണോ അതിന്റെ ഒന്നും ആവശ്യമില്ല, കവറിങ് മേടിച്ചു വെക്കാന്നാണോ ചന്ദ്ര പറയുന്നത്. നീ ചന്ദ്ര എന്താ ഇങ്ങനെ പറയുന്നത്? സ്വർണ്ണമല്ലേ വിറ്റത്, അപ്പോ കവറിംഗ് ആണോ മേടിച്ചു വെക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ഞാൻ എന്റെ സ്വർണം വിറ്റിട്ട് അവൾക്ക് സ്വർണം മേടിച്ചു കൊടുക്കണോ? എന്തായാലും ഫംഗ്ഷൻ ഇടാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, അതിന് കവറിംഗ് മതി എന്നൊക്കെയാണ് കേട്ടോ ചന്ദ്ര പറയുന്നത്. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് ഞാൻ സ്വർണം മേടിച്ചു വെച്ചോളാം, ഇപ്പൊ എന്തായാലും കവറിംഗ് അതുപോലത്തെ മേടിച്ചിട്ട് പോടാ എന്ന് പറഞ്ഞിട്ട് സുധിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞതിന് ശേഷം ബാമ ഇങ്ങനെ പറയുന്നുണ്ട്, അല്ലെങ്കിലും ആൺപിള്ളേർക്ക് കൂടുതലായിട്ട് കൊഞ്ചിച്ച് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഞാൻ മനസ്സിൽ വിചാരിച്ചതുപോലെ ഇവർ രണ്ടുപേരും എന്തായാലും ജയിലിൽ പോകേണ്ട ആൾക്കാരാണ്. ഇനി എന്തെല്ലാമാണാവോ നടക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ ബാമ. അത് കഴിഞ്ഞിട്ട് വീട്ടിലാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചിയും അതുപോലെ രവിയും ഭക്ഷണം കഴിക്കുകയാണ്. അതേസമയം അങ്ങോട്ടേക്ക് വർഷ വന്നിരിക്കുന്നുണ്ട്. എന്താ ശ്രീകാന്ത് വന്നില്ലേ മോളെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അങ്കിൾ, ഞാൻ ഡബ്ബിങ് നേരത്തെ കഴിഞ്ഞപ്പോൾ വന്നതാന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതിയും അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. ശ്രുതി വന്നിട്ട് അങ്കിൾ ശ്രുതി വന്നോ എന്നുള്ള കാര്യമാണ് കേട്ടോ ചോദിക്കുന്നത്. ഇല്ല, അവൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തു പോവാ എന്നുള്ള കാര്യം പറഞ്ഞു പോയി എന്ന് പറയാണേ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നാണ് അങ്കിൾ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും എന്താ അവൻ വീണ്ടും പാർക്കിൽ എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങാൻ വേണ്ടി തുടങ്ങിയോ എന്നുള്ള കാര്യമാണ് സച്ചി പറയുന്നത്. നീ മിണ്ടാതെ ഭക്ഷണം കഴിക്കടാ എന്നുള്ള കാര്യം സച്ചിയുടെ വായടപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവൻ ചിലപ്പോൾ എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോയതായിരിക്കും, നീ എന്തായാലും കഴിക്കുക എന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് രവി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രുതി ആണെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവര് ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് സച്ചിയുടെ പ്ലേറ്റിൽ നിന്നാണെങ്കിൽ സച്ചിക്ക്
ഒരു മുടി കിട്ടുന്നുണ്ടേ. മുടി ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അച്ഛ ഇത് നോക്ക് വലിയ മുടി എന്നുള്ള കാര്യം പറയണേ. എന്താണ് നിന്റെ വായിനുള്ളിൽ പോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ അതിനു മുമ്പ് തന്നെ എനിക്ക് കിട്ടിയെന്ന് പറയാണേ. രേവതി നീ കുറച്ച് പൂവുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ, നമുക്ക് ഈ മുടിയിൽ ചുറ്റി വെക്കാം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നിങ്ങളെന്താ സച്ചേട്ടാ കളിയാക്കാണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടോ രേവതി. നിങ്ങളുടെ 3 പേരുടെ മുടിയും നല്ല നീളമുണ്ട്, ഇത് ആരുടെ മുടിയായിരിക്കും എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കിച്ചന്റെ പരിസരത്ത് പോലും പോകുന്നില്ല, അതുകൊണ്ട് എന്റേതായിരിക്കില്ല എന്ന് പറയാണ്. അടുത്തതായിട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ പൗഡർ എടുത്തി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടേ. ഭക്ഷണം കഴിക്കുന്ന ശ്രുതിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഹെയർ ഫോൾസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം പറയണേ. അല്ലെങ്കിലും ശ്രുതി ചേച്ചിക്ക് ഹെയർ ഫോൾ ഒന്നും ഉണ്ടാവില്ലല്ലോ, കാരണം ബ്യൂട്ടീഷ്യൻ അല്ലേ, അപ്പോൾ ഷാമ്പും കണ്ടീഷണറും എല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ശ്രുതി ചേച്ചി എന്റെ സ്കാൽപ്പ് കുറച്ച് ഡ്രൈ ആണ്, അതുകൊണ്ട് എന്തെങ്കിലും ഷാമ്പു ഒക്കെ എനിക്ക് റെക്കമെൻഡ് ചെയ്യണം എന്നുള്ള കാര്യം വർഷ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ടേ. നിനക്ക് അങ്ങനെ ഷാമ്പു ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു ഹെയർ ഓയിൽ ഞാൻ പറഞ്ഞുതരാം, അത് യൂസ് ചെയ്ത് നോക്കിയാൽ മതി എന്നുള്ള കാര്യം പറയാണേ. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഷാമ്പു കണ്ടീഷണർ അതുപോലെ ഓയിലിന്റെ കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇത് ആരുടെ മുടിയാണെന്നുള്ള കാര്യം തീരുമാനമാക്കാൻ വേണ്ടി സച്ചി പറയുന്നുണ്ട്. ഇപ്പൊ ആരുടെ മുടിയായാലും എന്താണ് എന്നുള്ള കാര്യം രവി ചോദിക്കുന്നുണ്ട്. ആരുടെ മുടിയാന്ന് വെച്ചാൽ അറിയണ്ടേ എന്നുള്ള കാര്യം സച്ചി തിരിച്ചു ചോദിക്കുമ്പോ സച്ചിയേട്ടാ അത് മിക്കവാറും എന്റെ മുടി തന്നെ ആവുള്ളൂ, ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് വീണതായിരിക്കും, അതെടുത്ത് കളഞ്ഞിട്ട് സച്ചിയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുക എന്നുള്ള കാര്യം പറയാണേ. നിന്റെ മുടിയാണോ, നീ തിരിഞ്ഞു നിൽക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി അളവെടുത്ത് നോക്കുന്നുണ്ടേ. ശരിയാണല്ലോ, നിന്റെ ഹെയറിന്റെ അതേ കളറാണെന്നൊക്കെ പറയുന്നുണ്ട്. മതിയുടെ സച്ചി, ഇനി അതൊന്ന് നിർത്ത്, നീ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ DNA ടെസ്റ്റ് വരെ എടുക്കാൻ വേണ്ടി പറയല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. എന്നാലും രേവതി ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് എങ്ങനെയാ മുടി വീഴുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചിയുടെ ഞാൻ വേണമെന്ന് വെച്ചിട്ട് അതിനകത്ത് ഇട്ടതല്ലോ, അറിയാണ്ട് വീണു പോയതല്ലേ, എന്തായാലും അതെടുത്ത് കളഞ്ഞിട്ട് സച്ചിയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമെന്ന് പറയണേ. അത് കഴിഞ്ഞ് ശ്രുതി പറയുന്നുണ്ട് എന്തായാലും രേവതി നീ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം, ഇല്ലെങ്കിൽ മുടി നമ്മുടെ വയറ്റിനുള്ളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഞാനെന്താ ശ്രുതി വേണമെന്ന് വിചാരിച്ചിട്ടാണോ മുടി അതിനകത്ത് ഇട്ടെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ രേവതി ചേച്ചി നമ്മുടെ ശ്രീകാന്ത് റെസ്റ്റോറന്റിൽ ഉപയോഗിക്കുന്ന ക്യാപ്പ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചേച്ചി യൂസ് ചെയ്തോളൂ എന്നുള്ള കാര്യം പറയുകയാണെ. ഞാനെന്താ വർഷേ ഹോട്ടലിലാണോ കുക്ക് ചെയ്യുന്നതെന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. എന്തായാലും വർഷ പറഞ്ഞതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും, ഈ വലിയൊരു മുടി നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ആവാൻ വേണ്ടി പോകുന്നൊക്കെ ടെൻഷനോട് കൂടിയിട്ട് ഇങ്ങനെ സച്ചി ചോദിക്കുന്നത് കാണുമ്പോഴേക്കും സച്ചിൻ അതും പിടിച്ചുകൊണ്ടിരിക്കുകയാണോ, അതെടുത്തിട്ട് കളഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്ക്, മുടി പാത്രത്തിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാല് എന്തോ നല്ലതാണെന്നുള്ള മട്ടിലാണ് അങ്ങനെയല്ലേ അച്ഛ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് എന്റെ അമ്മ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. പക്ഷെ ഇത് കേട്ട സച്ചിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയല്ലല്ലോ പറഞ്ഞു തന്നിട്ടുള്ളത്, വീട്ടിലേക്ക് എന്തോ ചീത്തത് വരാൻ വേണ്ടി പോകുന്നു എന്നാണ് അർത്ഥം എന്നാണ് പറഞ്ഞു തന്നത് എന്നുള്ള കാര്യം സച്ചി പറയാണേ. മുടിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര നീളമുണ്ട്, ഇനി എത്ര വലിയ മോശപ്പെട്ട കാര്യമാണ് എൻട്രി കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം അറിയില്ലല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ശ്രുതിക്കാണ് കേട്ടോ നല്ല ടെൻഷനുള്ള രീതിയിലാണ് കേട്ടോ മുഖഭാവം ഉള്ളത്. ശ്രുതിക്ക് അറിയില്ല കേട്ടോ ഈ സ്വർണ്ണം എടുത്ത കാര്യങ്ങളെ കുറിച്ചും അത് വിറ്റതിനെ കുറിച്ചും ഒന്നും. പക്ഷെ മെയിൻ ആയിട്ട് വീട്ടിലേക്ക് പ്രശ്നം കൊണ്ടുവരുന്ന ആളാണല്ലോ സുധി. ഇനിയിപ്പോ സുധി വേറെ എന്തെങ്കിലും ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ഭയം ശ്രുതിക്കുണ്ട്. എന്തായാലും സച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മയും മോനും കൂടി ചേർന്നിട്ട് റോൾഡ് ഗോൾഡ് സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ ആ മുടിയും പിടിച്ചിട്ട് തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ചന്ദ്രയും അതുപോലെ സുധിയും കൂടി വരുന്ന സമയത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാല് ആർക്കും ഡൗട്ടൊന്നും തോന്നില്ലല്ലോ എന്നുള്ള കാര്യം. ഇല്ലമ്മേ, അതുപോലത്തെ സ്വർണം തന്നെയാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതെന്നുള്ള കാര്യം പറയുകയാണേ. ഇതമ്മ എങ്ങനെയാ ഉള്ളിൽ കൊണ്ട് വെക്കുക എന്നുള്ള കാര്യം സുധി ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കൊണ്ടുവച്ചോളാം, നീ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരുവാണ്. രവി ആണെന്നുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കൈ കഴുകി വരുന്ന സമയത്ത് സച്ചി ഈ മുടിയും പിടിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത്. നീ ഇതുവരെ കളഞ്ഞില്ലടാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല അച്ഛാ, എത്രയും വലിയ മുടിയല്ലേ, അപ്പൊ ഇത്രയും വലിയ എന്തോ പ്രശ്നം വരാൻ വേണ്ടി പോകുന്നുണ്ട് എന്നുള്ള കാര്യം പറയുകയാണേ. അപ്പോഴാണ് അമ്മയും മോന്റെയും എൻട്രി. ദാ ചീത്തത് വന്നല്ലോ എന്നുള്ള കാര്യം ഇങ്ങനെ ഒരു അടക്കം പോലെ പറയുന്നുണ്ട്. പക്ഷെ ശ്രുതി അത് കേൾക്കുന്നുണ്ടേ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി ഒരുപാട് തവണ ഫോണിൽ വിളിച്ചിട്ടും കിട്ടിയിട്ടില്ലല്ലോ. എന്താ ശ്രുതി ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കാത്ത എന്നുള്ള കാര്യമാണ് വന്ന ഉടനെ തന്നെ ചോദിക്കുന്നത്. ആന്റിയുടെ കൂടെ പോയിട്ടാണോ ശ്രുതി വരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ഇല്ല, ഞാനൊരു ഡീലറെ കാണാൻ വേണ്ടി പോയതായിരുന്നു, അമ്മ വേറെ എവിടെ പോയിട്ട് വരുവാണ്, ഞാൻ ഇവിടെ ഗേറ്റിന്റെ അവിടെ നിന്നാണ് അമ്മയെ കണ്ടേന്നുള്ള കാര്യം പറയുമ്പോഴേക്കും അതെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുമിച്ച് വന്നതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഉരുണ്ട് കളിച്ചിട്ട് അവരുടെ സംസാരം കേൾക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് എന്തിനാണ് വന്ന് കയറിയത് പാടെ തന്നെ ഓരോരോ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആന്റി എങ്ങനെയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വരുമോ എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോഴേക്കും ഞാൻ ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങോട്ട് പോകുമ്പോഴേക്കും ചന്ദ്രേ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് രവി വിളിക്കുന്നുണ്ടേ. ചന്ദ്ര അരികിലേക്ക് ചെല്ലുമ്പോഴേക്കും സ്വർണ്ണം എവിടെ എന്നുള്ള കാര്യമാണ് കേട്ടോ രവി ചോദിക്കുന്നത്. സ്വർണ്ണോ, ഞാന് ഭാമേനെ വീട്ടിൽ പോയിട്ട് വരുമല്ലേ, എന്റെ കയ്യിൽ ഏതാ സ്വർണ്ണം എന്നുള്ള കാര്യമൊക്കെ
ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മ അച്ഛൻ വേറെ ഏതോ സ്വർണ്ണത്തെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം തോന്നുന്നു. രേവതി നിനക്ക് ഊരി തന്ന സ്വർണ്ണം ഇല്ലേ, അതെവിടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ബ്യൂറോനകത്തല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അതെന്തിനാ ഇപ്പൊ ചോദിക്കുന്നത്? അതെടുത്തിട്ട് രേവതിയുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രവി പറയുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ രേവതിയെ ഇങ്ങനെ നോക്കുന്നുണ്ടേ. എന്നിട്ട് എന്തിനെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഇത് കേട്ട രവി ആണെങ്കിൽ നീ എന്തിനെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നത്? അവളുടെ സ്വർണ്ണമല്ലേ അവള് ചോദിക്കുന്നത്, അതെടുത്ത് കൊടുക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ചന്ദ്ര നിങ്ങൾ എന്താണ് ബാങ്ക് ലോക്കറിലെക്കാനും വെച്ചതുപോലെ എടുത്തു കൊടുക്കാൻ വേണ്ടി പറയുന്നത്? സച്ചിക്ക് എന്തോ അത്യാവശ്യം ഉണ്ടെന്നുള്ള കാര്യം തോന്നുന്നത്, അതുകൊണ്ട് നീ അവര് ചോദിക്കുന്നുണ്ടല്ലോ എടുത്തോണ്ട് കൊടുക്കുക എന്നുള്ള കാര്യം രവി പറയാണേ. ഓ, അപ്പോ എല്ലാം ഒരു ഡ്രാമയാണല്ലേ, വെറുതെ ചുമ്മാ കണ്ണുനീരൊലിപ്പ്. ഇത് കേട്ട ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ആരവിടെ കണ്ണീരൊലിപ്പിച്ച എന്നുള്ള കാര്യം. അല്ല, സത്യവാൻ സാവിത്രി വെച്ച ശബ്ദമൊക്കെ മറന്നുപോയോ എന്നുള്ള കാര്യമാണ് കേട്ടോ അടുത്തതായിട്ട് ചന്ദ്ര ചോദിക്കുന്നത്. ചന്ദ്ര ചോദിക്കുമ്പോഴേക്കും അതിനങ്ങ് ഏറ്റുപിടിക്കാണ് കേട്ടോ ശ്രുതി. അതെ, അത് ശരിയാണല്ലോ ആന്റി. രേവതി സ്വർണ്ണം എന്തോ വേണ്ടാന്നുള്ള കാര്യമല്ലേ പറഞ്ഞത്? സച്ചി മേടിച്ചു കൊടുക്കുന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ശ്രുതി പറയുന്നത് കേൾക്കുമ്പോഴേക്കും അതിന് വാല് പിടിക്കുന്നത് പോലെ തന്നെ ആ ശരിയാണല്ലോ, സ്വർണ്ണമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വലിയ സിനിമയിലെ ഹീറോയിനെ പോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ ശബ്ദം പിൻവലിക്കാനുള്ള ഐഡിയയിലായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ശ്രുതി കളിയാക്കി പറയുന്നുണ്ടേ. ഞാനതിന് ശ്രുതി അങ്ങനെ പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോ പിന്നെ എന്തിനാണ് സ്വർണം തിരികെ ചോദിക്കുന്നത്? ശ്രുതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും സച്ചി ആണെങ്കിൽ തിരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കണല്ലോ. പൗഡർ എടുത്തി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ അച്ഛനും അതുപോലെ തന്നെ എന്റെ അച്ഛമ്മയും കൂടി ചേർന്നിട്ട് രേവതിക്ക് മേടിച്ചു കൊടുത്ത സ്വർണ്ണമാണ് ചോദിക്കുന്നത്, അല്ലാതെ മലേഷ്യന്ന് നിന്റെ അച്ഛൻ കൊണ്ടുവന്ന സ്വർണ്ണം അല്ല ചോദിക്കുന്നത്. അയ്യോ, ഒരു കാര്യം മറന്നുപോയല്ലോ, നിന്റെ അച്ഛൻ ജയിലിലാണല്ലോ ഉള്ളത് അല്ലേ? അത് കേൾക്കുമ്പോൾ ശ്രുതി അടങ്ങുന്നുണ്ടെങ്കിലും പക്ഷെ സച്ചി പറയുന്നതിന് മറുപടിയായിട്ട് ചന്ദ്ര പറയുന്നുണ്ട്, അത് അയാള് വരുന്ന സമയത്ത് വന്നോളും. പിന്നെ നിന്റെ ഭാര്യ കൊണ്ടുവന്നത് മാതിരി കൈപ്പിടി അളവിലൊന്നും ആയിരിക്കില്ല കൊണ്ടുവരിക. ശ്രുതിയുടെ അച്ഛൻ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു ലോറി തന്നെ സ്വർണം കൊണ്ടുവരുന്ന് പറയാണേ. അപ്പോഴേക്കും ശ്രുതിയുടെ കൈയും കാലും കുഴയുന്നുണ്ട്. വെറുതെ ആവശ്യമില്ലാതെ സംസാരിച്ച എന്നുള്ളൊരു തോന്നലും വരുന്നുണ്ട് കേട്ടോ. അതോടുകൂടി ശ്രുതി അടങ്ങാണ്. അവരതിന് ജയിലിലല്ലേ ഉള്ളത്, ഒരുപക്ഷെ കല്ല് ഉടച്ചിട്ട് ലോറിയിൽ കൊടുത്തു വിടുമായിരിക്കും അല്ലേ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോഴേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ഇത് കണ്ട വർഷയാണെങ്കിൽ അല്ല ശ്രുതി ചേച്ചി, ചേച്ചിയുടെ അച്ഛനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത്, എന്നിട്ട് ചേച്ചി എന്താ അത്ര കാഷ്വൽ ആയിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ വർഷ. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ ശ്രുതിക്ക് കൊള്ളുള്ളൂ. പക്ഷെ ശ്രുതിയാണെങ്കിൽ തിരിച്ച് മറുപടി പറയുന്നത്, സച്ചി എന്താ ആദ്യമായിട്ടാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, വെറുതെ അതിന്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കാണ് തലവേദന എന്ന് പറയാണേ. ഇത് കേട്ട ഉടനെ രേവതി പറയുന്നുണ്ട്, ഒരിക്കലും ഞങ്ങള് നിങ്ങളടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നിട്ടില്ല, നീയാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെട്ടത്. ശ്രുതിക്ക് ഡോസ് കൊടുക്കുകയാണല്ലോ നമ്മുടെ രേവതി. അത് കേൾക്കുമ്പോഴേക്കും പൊള്ളുന്നത് ചന്ദ്രയ്ക്കാണ്. അല്ലെങ്കിലും അവള് ചോദിച്ചാൽ എന്ത് തെറ്റാണടി ഉള്ളത്? അന്ന് കഴുത്തിൽ മഞ്ഞച്ചാരടും ഇട്ടിട്ട് നീ ഭദ്രകളിയെ പോലെ ഇവിടെ കിടന്ന് തുള്ളുന്നുണ്ടായിരുന്നല്ലോ, സ്വർണ്ണമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് തൂക്കി എറിഞ്ഞിട്ട് പോയതല്ലേ? അല്ലെങ്കിലും നീ കിട്ടുന്ന പൂവ് പോലെ തന്നെയാണ് നിന്റെ രോക്ഷവും, ഒറ്റ ദിവസം കൊണ്ട് തന്നെ അത് വാടിപ്പോകുന്നൊക്കെ പറയാണേ. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രെ അവള് നിനക്ക് തന്ന സ്വർണ്ണമാണ് തിരികെ ചോദിക്കുന്നത്, അതില് നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ അച്ഛൻ ശരിയാവുന്നത്, വലിയ ചലഞ്ചൊക്കെ ചെയ്തിട്ട് ഇപ്പോ തിരികെ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങ് വിടാൻ വേണ്ടി പറ്റുമോ? എടാ തൊഴിലധിപരെ, അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 6 മാസങ്ങൾക്ക് മുമ്പ് അച്ഛന്റെ പണം കൊടുക്കുന്നുള്ള കാര്യം നീ അമ്മയുടെ തലയിൽ തൊട്ടിട്ടല്ലായിരുന്നു സത്യം ചെയ്തിട്ടുണ്ടായിരുന്നത്? 1 രൂപയെങ്കിലും നീ കൊടുത്തോടാ? നീയാണ് കൂടുതൽ സംസാരിക്കുന്നത്. നീ ചെയ്ത സത്യം കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ഗ്യാസ് വരുന്നത്, നടു ഉളുക്കുന്നത്, കഴുത്ത് പിടിക്കുന്നത്, ഇനിയും എന്തെല്ലാണാവോ ആവാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ സച്ചി പറയാണേ. അത് കേൾക്കുമ്പോ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അമ്മ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാണ് കേട്ടോ ചന്ദ്രയെ. അതൊക്കെ നമുക്ക് കൊടുക്കാമേ, അമ്മ ഭയപ്പെട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് വർഷ ആന്റിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആന്റി രേവതി ചേച്ചിയുടെ സ്വർണ്ണല്ലേ ചോദിക്കുന്നത്, അത് ആന്റിക്ക് തിരികെ കൊടുത്താൽ എന്താ പ്രശ്നം? അന്ന് എന്റെ അമ്മ വന്നിട്ട് എന്തൊക്കെയോ സംസാരിച്ചതിന്റെ പേരിലാണല്ലോ രേവതി ചേച്ചി സ്വർണം ഊരി തരേണ്ടി വന്നത്. ഞാനും ചേച്ചിയുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വർണം തിരികെ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചേച്ചിയാണെങ്കിൽ സ്വർണം വേണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോ ചേച്ചിയായിട്ട് തന്നെ ചോദിക്കല്ലേ, അതുകൊണ്ട് കൊടുക്കല്ലേ ചെയ്യേണ്ടത് ആന്റി. അതിനെന്താ വർഷേ, എനിക്ക് കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ. വലിയ വീരവാദമൊക്കെ സംസാരിച്ചിട്ട് അവസാനം തിരികെ ചോദിച്ചല്ലോ, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഇവനാണ് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചിട്ട് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ മാറ്റി മാറ്റി പറയാ. എടി രേവതി, ഞാൻ വിചാരിച്ചു നീ കുറച്ച് രോക്ഷക്കാരിയാണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നീയും ഓരോ സമയത്ത് ഓരോന്നാളെ പറയാന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര രേവതിയെ കളിയാക്കുന്ന മട്ടിൽ സംസാരിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മേ പറഞ്ഞ വാക്ക് ഒരിക്കലും മാറ്റി പറയരുത് എന്നുള്ള രീതിയിലാണ് എന്റെ അച്ഛൻ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നു, സച്ചേട്ടൻ സ്വർണം മേടിച്ചു തന്നാൽ മാത്രമേ ഞാൻ ഇടുള്ളൂ. പിന്നെ എന്തിനാ സ്വർണം ചോദിച്ചു വന്ന് നിൽക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ, അതൊക്കെ എന്തിനാ ചന്ദ്ര നീ അറിയുന്നത്? നിന്റെ സ്വർണ്ണം അല്ലല്ലോ അവർ ചോദിച്ചത്, എന്റെ അമ്മ രേവതിക്ക് വേണ്ടിയിട്ട് ഇട്ട സ്വർണ്ണമാണ്. അത് സച്ചിക്കും രേവതിക്കും തിരിച്ചു ചോദിക്കാനുള്ള അവകാശമുണ്ട്. കൂടുതൽ സംസാരിക്കാതെ സ്വർണ്ണം എടുത്ത് കൊണ്ടു കൊടുക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ഇപ്പൊ സ്വർണ്ണം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഭയങ്കര ദേഷ്യത്തിലെ. അത് കേട്ടിട്ട് നമ്മുടെ ചന്ദ്ര ചെറുതായിട്ട് ഷോക്ക്
ഷോക്കായ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ. ആ ഷോക്കടി കൊണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ സുധിയും നിൽക്കുന്നത്. സച്ചി അങ്ങനെ ചോദിക്കുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട്, അല്ലട നീ എന്താ അങ്ങനെ ചോദിച്ചത് എന്നുള്ള കാര്യം. ഒന്നുമില്ല അച്ഛാ, നമ്മുടെ വീട്ടിൽ നിന്നാണല്ലോ 50 ലക്ഷം രൂപ എടുത്തോണ്ട് ഓടിപ്പോയവനുള്ളത്. ഇവന് വിശ്വസിച്ചിട്ട് വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വെക്കാൻ വേണ്ടി പറ്റുമോ? സുധിയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര രോക്ഷം കൊള്ളുന്നുണ്ട്. ആന്റി കണ്ടില്ലേ സച്ചി എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം. അവരുടെ സ്വർണം ആന്റി വേഗം എടുത്തോണ്ട് പോയി കൊടുക്കുക എന്നുള്ള കാര്യം പറയുകയാണേ. അതേ അമ്മേ, കുറച്ച് ഓവറായിട്ടാ സംസാരിക്കുന്നത്. ആ സ്വർണം എടുത്തോണ്ട് പോയിട്ട് അവരുടെ മുഖത്ത് എറിഞ്ഞു കൊടുക്കുക അമ്മ എന്നുള്ള കാര്യം സുധി പറയുന്നുണ്ടേ. സുധിയുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്ര സുധി ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് ചന്ദ്രയുടെ അടുത്ത് രവി പറയുന്നുണ്ട്, നീ എന്താ നോക്കി നിൽക്കുന്നത്, പോയിട്ട് സ്വർണ്ണം എടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ സ്വർണ്ണമൊക്കെ എനിക്ക് എന്തിനാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര റൂമിലേക്ക് പോവുകയാണേ. പോകുന്ന സമയത്തും സുധിയെ തന്നെയാണ് കേട്ടോ നോക്കി പേടിപ്പിക്കുന്നത്. റൂമിൽ പോയിട്ട് ചന്ദ്രമതിയാണെങ്കിൽ ബാഗിലിരിക്കുന്ന അവര് മേടിച്ച റോൾഡ് ഗോൾഡ് സ്വർണ്ണം ഉണ്ടല്ലോ അതെടുത്തിട്ട് രേവതി കൊടുത്തിരിക്കുന്ന ആ പെട്ടിനകത്ത് ഇട്ടിട്ട് തിരികെ കൊണ്ടുവന്നിട്ട് അവിടെ ടേബിൾ മേൽ വെക്കാണ് ചെയ്യുന്നത്. ഇതാ എടുത്തോളാൻ വേണ്ടി പറ എന്നൊക്കെ പറഞ്ഞിട്ട് മുഖം തിരിച്ചിങ്ങനെ പിടിക്കുകയാണ്. സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതി അത് എടുത്തോ എന്ന് പറയുമ്പോൾ രേവതി ആണെങ്കിൽ എടുക്കുന്നുണ്ട്. എന്നിട്ട് തുറന്നു നോക്കുകയാണ്. ഒറ്റടിക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുക്കുപണ്ടാന്നുള്ള കാര്യം മനസ്സിലാവത്തേ ഇല്ല കേട്ടോ. പിന്നെ രേവതി കൊടുത്തിരിക്കുന്ന അതേ ഡിസൈൻ ആണല്ലോ, അതുകൊണ്ട് ആർക്കും ഒരു സംശയമൊന്നും തോന്നുന്നില്ല. രേവതി സ്വർണം നോക്കുന്നത് കാണുമ്പോഴേക്കും ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, എന്താടി നോക്കുന്നത്, നിന്റെ സ്വർണ്ണമൊന്നും ഞാൻ എടുത്തിട്ടില്ല, എല്ലാം അതിനകത്ത് ഉണ്ടെന്ന് പറയാണേ. അത് എനിക്കറിയാം അമ്മ എന്നുള്ള കാര്യം കുറച്ചൊരു ദേഷ്യത്തോട് കൂടിയിട്ട് നമ്മുടെ രേവതി പറയുന്നുണ്ട്. രേവതിയുടെ സ്വർണം കയ്യിൽ കിട്ടിയല്ലോ. അപ്പോഴേക്കും വർഷയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, രേവതി ചേച്ചി പഴയതുപോലെ തന്നെ ചേച്ചി ഇതൊക്കെ ഇടണം, അപ്പോൾ ചേച്ചിയെ കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ മറുപടി ആയിട്ടൊന്നും രേവതി പറയുന്നില്ല. ചെറുതായിട്ടൊന്ന് ചിരിക്ക് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. സച്ചേട്ട നമുക്ക് പോയാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും വാ രേവതി നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണവുമായിട്ട് രണ്ടുപേരും കൂടി പോവാണല്ലോ. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ആകെ ടെൻഷനായി. നിക്ക് എന്ന് പറഞ്ഞിട്ട് നിർത്തുവാണ് കേട്ടോ രണ്ടുപേരെയും. എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അവര് എവിടെയെങ്കിലും പോട്ടെ, നീ എന്തിനാ ചോദിക്കുന്നതെന്ന് രവി തിരിച്ച് ചന്ദ്രയുടെ അടുത്ത് ചോദിക്കുകയാണേ. നിങ്ങൾ പോയിട്ട് വാ മക്കളെ എന്ന് പറഞ്ഞിട്ട് രവി അവരെ പറഞ്ഞു വിടുമ്പോഴേക്കും അല്ല ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തരണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്ര. അല്ല ചന്ദ്രേ, നിന്റെ കൈക്ക് അടിപെട്ടത് ശരിയായോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്റെ കൈക്കോ എന്നുള്ള കാര്യം നോക്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ കൈകൾ ഇങ്ങനെ നോക്കുന്നുണ്ടേ. എന്റെ കൈക്ക് ഒന്നും പറ്റിയിട്ടില്ലല്ലോ, അത് നല്ലപോലെ തന്നെ ഉണ്ടല്ലോ, അപ്പൊ നിന്റെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിനക്ക് വിളമ്പി തിന്നൂടെ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രവി. അത് കഴിഞ്ഞിട്ട് സച്ചിയുടെ അടുത്തും രേവതിയുടെ അടുത്തും നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും രേവതിയും അവിടുന്ന് ഇറങ്ങുവാണ്. അവര് പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രയ്ക്കാണെങ്കിൽ ടെൻഷനാണല്ലോ, ഇവരെന്തിനായിരിക്കും സ്വർണം കൊണ്ട് പുറത്തേക്ക് പോയത്. ആ കാര്യത്തെ കുറിച്ചിട്ട് രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവര് എന്തിനെങ്കിലും പുറത്ത് പോകട്ടെ, എന്തായാലും അമ്മയുടെ പിറന്നാളല്ലേ വരാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് ഈ സ്വർണം എന്തായാലും അവര് മേടിച്ചിട്ടില്ലെങ്കിൽ അമ്മ നിന്റെ കയ്യിൽ നിന്ന് മേടിച്ച് അവർക്ക് കൊടുത്തേനെ. ഇതെന്തായാലും നിന്റെ ഭാഗ്യാന്ന് കൂട്ടിക്കോ, അമ്മയുടെ അടുത്ത് ചീത്തവിളി നിനക്ക് കുറഞ്ഞു കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്ക് ചന്ദ്ര എന്ന് പറഞ്ഞുകൊണ്ട് രവി അവിടുന്ന് പോവാണേ. രവി പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതിയുടെ ഉള്ളിലാണെങ്കിൽ ഇങ്ങനെ തീ കാളുവാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷെ എന്നാ സുധിയുടെ മുഖത്താണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പ്രഷനിലും വ്യത്യാസമില്ലാതെ ആളിങ്ങനെ നിൽക്കുവാണേ. തുടർന്ന് നമ്മുടെ സച്ചിൻ രേവതിയും കൂടി ചേർന്നിട്ട് ആ സ്വർണം വിറ്റിട്ട് വേറെ സ്വർണം മേടിക്കാനാണ് കേട്ടോ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ജ്വല്ലറിയിൽ എത്തുന്നുണ്ട്. ആ പോകുന്ന ജ്വല്ലറി എന്ന് പറയുന്നത് നമ്മുടെ രേവതിക്ക് അറിയുന്ന ജ്വല്ലറിയാണ്. രേവതി ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെയുള്ള ഓണറിന്റെ പേര് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ. എങ്ങനെയാണ് ഞങ്ങളുടെ ഓണറിന്റെ പരിചയം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വേറൊരു കടയുണ്ടല്ലോ നിങ്ങൾക്ക് കുറച്ച് അപ്പുറത്ത്, അവിടുന്നാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്വർണം മേടിക്കാറുള്ളത് എന്നുള്ള കാര്യം പറയുകയാണേ. ഇല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുക എന്നുള്ള കാര്യം രേവതിയെ അവിടെയുള്ള കടയിലുള്ള ആള് അറിയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് മേടിക്കേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു ചെയിന്റെ പേര് പറയുന്നുണ്ട്. എത്ര പവന വേണ്ടെന്നുള്ള കാര്യം കടക്കാരൻ ചോദിക്കുമ്പോഴേക്കും രേവതി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എത്ര പവന വേണ്ടതെന്ന്. ഒരു 10-15 പവൻ എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും നമ്മളെന്താ അരിയാണോ തൂക്കി മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ നീ തന്നെ പറ എന്നുള്ള കാര്യം സച്ചി രേവതിയുടെ അടുത്ത് പറയാണ്. അവർ പറഞ്ഞിരിക്കുന്ന ഡിസൈനിലുള്ള ചെയിനുകൾ കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പവൻ എത്രയാന്നുള്ള കാര്യമൊന്നും ഒപ്പം പറയുന്നില്ല കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ചെയിന് നോക്കുന്നുണ്ട്. അതിൽ രേവതിക്ക് ഒരു ചെയിൻ ഇഷ്ടമാകുമ്പോൾ അതെടുത്തിട്ട് സച്ചിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ സച്ചിക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ആ സ്വർണം തൂക്കി നോക്കുന്ന സമയത്ത് ഏകദേശം 4 പവനുണ്ട്, 4 ലക്ഷം രൂപയുടെ അടുത്ത് വരും എന്നുള്ള കാര്യം പറയാണേ. അത് കേൾക്കുമ്പോൾ രേവതി പറയുന്നുണ്ട് എന്റെ ചെയിനും അതുപോലെ തന്നെ വളയും കൂടി വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും എന്നുള്ള കാര്യം. ശരി, നമുക്കത് കൊടുത്തിട്ട് മാറ്റാം എന്നുള്ള കാര്യം പറയാണേ. സർ ഞങ്ങളുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ട്, അത് തന്നിട്ട് ഇത് മേടിക്കാനാണ് ഞങ്ങൾ പറയുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ ശരി, ആ സ്വർണ്ണം ഇങ്ങ് തന്നോളൂ എന്നുള്ള കാര്യം പറയാണ്. അങ്ങനെ രേവതിയുടെ കയ്യിലുള്ള ആ മുക്കുപണ്ടം എടുത്തിട്ട് കടയിലുള്ള ആളുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. അതിനിടയ്ക്ക് സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും കൂടി ചേർന്നിട്ട് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ചായ കുടിച്ചിട്ട് അയ്യോ ഇത് വകയ്ക്കും കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ 4 ലക്ഷം രൂപയുടെ സാധനം മേടിക്കാൻ വന്നതാണല്ലോ ഇവര്, അവർക്ക് വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അയാളെടുത്തിട്ട് പറയുന്നുണ്ട് ചായ മാറ്റിയിട്ട് വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അതിലുള്ള ആള് ഒന്നാമത് രേവതിക്ക് അറിയാവുന്ന ആളാണ്,
പിന്നെ ഇത്രയും പൈസയ്ക്കാണല്ലോ അവർ സ്വർണം മേടിക്കുന്നത്. അതും കൂടി വെച്ച് നോക്കുമ്പോൾ അവർ കുറച്ച് നല്ല കസ്റ്റമേഴ്സ് ആണല്ലോ എന്ന് വെച്ചിട്ടാണ് അത് പറയുന്നത്. പക്ഷേ സ്വർണം രേവതി കൊടുത്തത് അവർ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്താണ് അത് മുക്കുപണ്ടാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നത്. സ്വർണ്ണമൊക്കെ തൂക്കിയിട്ടാണ് കേട്ടോ അയാൾ വരുന്നത്. അപ്പോഴേക്കും സച്ചി വെക്കുന്നുണ്ട്, സാർ എന്തായാലും ഒരു 3 ലക്ഷം രൂപയുടെ മേലെ കിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ 1 രൂപ പോലും കിട്ടില്ല, എഴുന്നേക്കടോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരെടുത്ത് എഴുന്നേക്കാൻ വേണ്ടി പറയുകയാണേ. എന്താ സാർ എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ഇങ്ങനെയാണോ ആൾക്കാരെ പറ്റിക്കുന്നത്? പറ്റിച്ചു എന്നോ? എന്താ നിങ്ങൾ പറയുന്നതെന്ന് സച്ചി കുറച്ച് ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോൾ പിന്നല്ലാതെ കവറിംഗ് സ്വർണം കൊണ്ടു തന്നിട്ട് നല്ല സ്വർണം മേടിച്ചോണ്ട് പോകാന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ രേവതി കവറിംഗ് ആണോ എന്ന് ചോദിക്കുന്നുണ്ടേ. രേവതി എന്താ ഇവർ ഈ പറയുന്നത്? അത് തന്നെയാണ് സച്ചിയേട്ടാ എനിക്കൊന്നും മനസ്സിലാവാത്തത്. ഞങ്ങള് സ്വർണത്തിന്റെ ആഭരണങ്ങളല്ലേ തന്നത്? അതെ, എന്താ നിങ്ങൾ കളിക്കാണോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ ആര് കളിക്കുന്നു എന്നാ നിങ്ങൾ പറയുന്നത്? കവറിങ്ങിനായിരുന്നോ നിങ്ങൾ ഇത്രയും ഓവർ വെയിറ്റ് ഇട്ടുണ്ടായിരുന്നത്? കവറിംഗ് സ്വർണം കൊണ്ടുവന്നിട്ടാണോ നിങ്ങൾ ഇത്രയും അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത്? ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്വർണം തന്നെയാണ് ഒറിജിനൽ. അതെങ്ങനെ കവറിംഗ് ആയിട്ട് മാറിയെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. നിങ്ങൾ ഇവിടുന്ന് മാറ്റിയാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, ഇവിടെ മൊത്തം ക്യാമറയൊക്കെ ഉള്ളതാണ്, ഞങ്ങൾക്ക് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ദയവേത് സാർ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നെ നന്നായിട്ട് നിങ്ങളുടെ ഓണറിന് അറിയാം. നിങ്ങൾ എന്താ ചുമ്മാ കഥ ഇറക്കുകയാണോ? ഓണർ ഇല്ലാത്ത സമയം നോക്കി വന്നിട്ട് എന്നുള്ള കാര്യം ചോദിക്കാനിട്ടോ അയാള്. അപ്പോഴേക്കും രേവതി ആകെ ഞെട്ടുന്നുണ്ട്. ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ട് എത്ര കട ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, മര്യാദയ്ക്ക് സംസാരിച്ചോളണം, ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണ്ണം നിങ്ങളാണ് മാറ്റിയെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഷർട്ടിന്റെ കോളറിൽ കയറി പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ആണെങ്കിൽ പിടിച്ചു മാറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിക്കുന്നത്? ഇവിടെ ചുറ്റിനും ക്യാമറ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സ്വർണം കട വിട്ടിട്ട് എങ്ങോട്ടും പോയിട്ടില്ല. അതിന് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും. നിങ്ങൾ ഫ്രോഡ് പണി ചെയ്തിട്ട് ഞങ്ങളെ മേലെ പഴിയിടാൻ വേണ്ടി ശ്രമിക്കുകയാണോ? നീ പോയിട്ട് പോലീസിനെ വിളിക്കുക എന്നുള്ള കാര്യം അവിടെയുള്ള സ്റ്റാഫിന്റെ അടുത്ത് ഇവരുമായിട്ട് സംസാരിക്കുന്ന സ്റ്റാഫ് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ആണെന്നുണ്ടെങ്കിൽ ആ പോലീസിനെ പോയിട്ട് വിളിക്കുക എന്നുള്ള കാര്യം സച്ചി പറയുകയാണ്. പക്ഷെ രേവതി ആണെന്നുണ്ടെങ്കിൽ സച്ചിയേട്ടനൊന്നും മിണ്ടാതിരിക്കുന്ന പറയണം, ഞങ്ങൾ ഒരിക്കലും പറ്റിക്കാൻ വേണ്ടി വന്നതല്ല, എങ്ങനെ സ്വർണ്ണം മാറിയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ അറിയില്ല, നിങ്ങളെ പോലത്തെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, നീ പോയിട്ട് പോലീസിനെ വിളിക്കുക എന്നുള്ള കാര്യം പറയുകയാണ്. നിങ്ങൾ എന്താ ഭയപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണോ? തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ പോയിട്ട് പോലീസിന്റെ അടുത്ത് വരാൻ വേണ്ടി പറ എന്നുള്ള കാര്യം പറയുകയാണേ. സച്ചേട്ടനൊന്നും മിണ്ടാതിരിക്കെ, ദയവ് ചെയ്തിട്ട് ചേട്ടാ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. കവറിങ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എന്തായാലും സ്വർണത്തിന്റെ മേടിച്ചോണ്ട് പോകാൻ വേണ്ടി പോവോ? എങ്ങനെയായാലും നിങ്ങൾ നോക്കിയിട്ടല്ലേ തരുള്ളൂ എന്നുള്ള കാര്യം ഞങ്ങൾക്കും അറിയുന്ന കാര്യമല്ലേ. സ്വർണ്ണാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തോണ്ട് വന്നത്. ഇത് എങ്ങനെയാണ് കവറിങ് ആയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തന്നെ അറിയില്ല എന്നൊക്കെ പറയുകയാണേ. നിങ്ങൾ എന്താ പഴയകാല കഥകൾ പറയുന്നത് പോലെ പറയുന്നത്? എന്തായാലും പോലീസ് വരട്ടെ, അപ്പൊ അറിയാലോ എന്നുള്ള കാര്യം കടക്കാരെങ്ങനെ പറയണേ. അങ്ങനെ സച്ചി രേവതി ഇങ്ങനെ പെട്ട അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ രംഗത്തോട് കൂടിയിട്ടാണ് ഈ എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ.